നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. ചൂണ്ടലിലെ ബസ് അപകടം, മണിമലക്കാവ് അംഗൻവാടി പരിസരത്തെ കുടിവെള്ളക്ഷാമം, ഗുരുവായൂർ ചോലുപടി KBM ശിവക്ഷേത്രം റോഡിന്റെ ശോച്യാവസ്ഥ, വേലൂർ മണിമലക്കാവ് കുതിരവേല, സ്വത്ത് തർക്കത്തെ തുടർന്ന് പെരുമ്പിലാവ് തെപ്പലശ്ശേരി കോടതിപ്പടിയിൽ സഹോദരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്ത സംഭവം, തട്ടിന്മേൽ കളി അഥവാ ഐവറക്കളി തുടങ്ങിയ ഒരു പിടി വാർത്തകളാണ് ആഴ്ചവട്ടത്തിൽ ഈ വാരം ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 40ഓളം പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ തൃശൂരിലെയും കുന്നംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചത്. പോകാം വിശദാംശത്തിലേക്ക്. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ പുതിയ പാലത്തിലാണ് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായത്. ഷൊർണൂരിൽ നിന്നും കുന്നംകുളം വഴി തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന ഫിസുമോൻ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാമധ്യേ ചൂണ്ടലിലെ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പൂർണ്ണമായും തകർന്ന ബസിന്റെ മുൻവശത്തെ ചില്ലിന്റെ ഭാഗത്ത് കുടുങ്ങിക്കിടന്ന അഞ്ഞൂർ സ്വദേശിനി സിനുജോയെ കുന്നംകുളം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ 15 മിനിറ്റോളം നടന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. യാത്രക്കാരിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. അപ്രതീക്ഷിതമായ ഇടിയെ തുടർന്ന് പലരും ബസിനുള്ളിൽ വീണും തലയിടിച്ചുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 യാത്രികരുടെ നില ഗുരുതരമാണ്. പെരിന്തൽമണ്ണ സ്വദേശിനി നഫീസ, ചിറ്റഞ്ഞൂർ സ്വദേശിനി ജാസ്മിൻ, പോർക്കുളം സ്വദേശി സന്തോഷ്, കുന്നംകുളം സ്വദേശി മുഹമ്മദ് നദീർ, ചിറ്റഞ്ഞൂർ സ്വദേശിനി മൃദുല, കിഴൂർ സ്വദേശിനി സുദീപ, മങ്ങാട് സ്വദേശിനി ഗീത, പടിഞ്ഞാറെ അങ്ങാടി സ്വദേശിനി അഞ്ജന, പഴുനാന സ്വദേശിനി റിയാന, കോട്ടയം സ്വദേശി ഷാജി, കൂറ്റനാട് സ്വദേശി ഔസൽ, ചെമ്മന്തിട്ട സ്വദേശിനി അഫാന, നന്ദന, സുമ, നബീസ, സദാം എന്നിവരാണ് തൃശൂർ അമല, ജൂബിലി മെഡിക്കൽ മിഷൻ, കുന്നംകുളം, മലങ്കര, യൂണിറ്റി എന്നീ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. അമിത വേഗതയിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് സമീപത്തെ സർവീസ് സെന്ററിലെ ജീവനക്കാരായ ദൃക്സാക്ഷികൾ പറഞ്ഞു. നാല് വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ കൈവരി തകരാതിരുന്നതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞ് വൻ ദുരന്തം ഒഴിവായി. ചൂണ്ടൽ പാലത്തിന് സമീപമുള്ള മാരുതി സർവീസ് സെന്ററിലെ ജീവനക്കാർ, കേച്ചേരി ആക്ട്സ്, 108 സ്വകാര്യ ആംബുലൻസുകൾ എന്നിവരും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ U മഹേഷ്, ജില്ലാ ഫയർ ഓഫീസർ ഷുബി, കുന്നംകുളം ഫയർ ഓഫീസർ വൈശാഖ്, റവന്യൂ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. വൻ അപകടമാണ് തലനാരിഴയ്ക്ക് ഇല്ലാതായതെന്ന് ഈ അപകട ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എപ്പോഴും സ്ഥിതി ഇതുതന്നെ ആവണമെന്നില്ല. അമിത വേഗമാണ് ഈ റൂട്ടിലെ അപകടങ്ങൾക്കെല്ലാം കാരണമെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഗതാഗത വകുപ്പിനുമുണ്ട് ഉത്തരവാദിത്തം. 2-3 മിനിറ്റുകളുടെ ഇടവേള മാത്രം സ്വകാര്യ ബസ്സുകൾക്ക് നിശ്ചയിച്ചാൽ അവർക്ക് ഈ വേഗതയിൽ പോകാതെ തരവുമില്ല. അതിനാൽ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രശ്ന പരിഹാരത്തിനാണ് പ്രസക്തിയുള്ളത് എന്നാണ് ആഴ്ചവട്ടത്തിന് പറയാനുള്ളത്. വേലൂർ വെങ്ങിലശ്ശേരി മണിമലക്കാവ് അംഗൻവാടി പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ പ്രതിഷേധിച്ചു. 8 മാസത്തോളമായി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. വേനൽ കനക്കുന്ന പക്ഷം സ്ഥിതി ഇനിയും ദയനീയമാവും. നിലവിൽ മറ്റു വാർഡുകളിലെ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് താൽക്കാലികമായി വെള്ളം ലഭിക്കുന്നത്. കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് 12ാം വാർഡ് മെമ്പറോട് നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു. അവിടുന്ന് തരുന്നതും അവർ എത്രയും വീടുകൾക്ക് കൊടുക്കാനുള്ള ഇതില്ല എന്നാണ് അവർ പറഞ്ഞത്. ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾക്ക് ആ വെള്ളം നിൽക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു
ചേർന്തല ഒരു കുടിവെള്ള പദ്ധതിയുടെ ഇത് കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതൊന്ന് എത്രയും പെട്ടെന്ന് ചാലാക്കി തന്നാൽ ഞങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം. പക്ഷെ ഇന്ന് വരെ അതിനൊരു നീക്കുപോക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു തരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും ഒരു ഇത്. 3 മാസങ്ങൾക്ക് മുമ്പ് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനകീയ സമിതി രൂപീകരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെമ്പറുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് 2 ദിവസം മുമ്പ് ജനകീയ സമിതി മെമ്പർക്കെതിരെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ മെമ്പറുടെ നേതൃത്വത്തിൽ ഈ പോസ്റ്ററുകൾ നശിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് ജനകീയ സമിതി അംഗങ്ങൾ ആരോപിക്കുന്നു. മണിമലക്കാവ് വെങ്ങിലശ്ശേരി അംഗൻവാടി മേഖലയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ജനകീയ സമിതി 2 ദിവസം മുമ്പ് പോസ്റ്റർ പ്രചാരണം നടത്തുകയുണ്ടായി. ഇതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ മെമ്പറുടെയും മറ്റ് കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ അത് പരസ്യമായി തന്നെ അവർ ചീന്തുകയും ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി പറയുകയും ഇതിൻ്റെ കൺവീനർമാരായിട്ടുള്ള ഞാൻ ജഗദീഷും ഉൾപ്പെടെയുള്ള 2 പേരുടെ ജനകീയ സമരങ്ങളെ ഗുണ്ടായിസത്തിലൂടെ എതിർക്കുന്ന മെമ്പർക്കെതിരെ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രസിദ്ധമായ മണിമലർക്കാവ് വേല നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാത്ത വാർഡ് മെമ്പറുടെ ധിക്കാരപരമായ നടപടി അവസാനിപ്പിക്കുകയും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇത് കേവലം വേലൂർ, വെങ്ങിലശ്ശേരി, മണിമലർക്കാവിലെ മാത്രം പ്രശ്നമല്ല. ജലലഭ്യത ഉണ്ടായിട്ടും പലയിടത്തും ജനം വെള്ളത്തിനായി പരക്കം പായുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഭരണാധികാരികളുടെ കഴിവുകേട് തന്നെയാണ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ജലം എന്ന് അറിയാത്തവരല്ലോ ഈ അധികാരികൾ. ഈ വിഷയത്തിൽ മെല്ലെപ്പോക്ക് വേണ്ട ക്രിയാത്മക നടപടികൾ എടുക്കണം ഭരണകൂടങ്ങൾ. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി KBM ശിവക്ഷേത്രം റോഡ് ഇന്ന് ടാർ ചെയ്യും, നാളെ ടാർ ചെയ്യും എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം 5 കഴിഞ്ഞു. ഇപ്പോൾ പൊടി തിന്ന് അസുഖബാധിതരായി ദുരിതം പേറുകയാണ് ഈ മേഖലയിലുള്ളവർ. നേർക്കാഴ്ചയിലേക്ക്. പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ ഈ റോഡ് ടാർ ചെയ്യാനായി 2019-20 സാമ്പത്തിക വർഷം 48,50,000 രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു. 2021 ഫെബ്രുവരി 11 ടാറിംഗ് കരാറും ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും റോഡ് ടാർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ടാർ ചെയ്യാത്തതെന്ന് നഗരസഭയിൽ ഉള്ളവർക്കും കൃത്യമായ മറുപടിയില്ല. ഇതേ തുടർന്ന് നിരവധി തവണ നാട്ടുകാർ കളക്ടർ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല. നാട്ടുകാർ ഒന്നടങ്കം ഒപ്പിട്ട പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ കൂടി കാന നിർമ്മാണത്തിനും അനുവദിച്ചു. എന്നാൽ പേരിന് കാന പണിതു എന്നല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഓരോ തവണ പരാതി നൽകുമ്പോഴും കുറച്ച് മെറ്റലോ ക്വാറിപ്പൊടിയോ നിരത്തും. പിന്നീട് ഈ വഴി ആരും തിരിഞ്ഞു നോക്കാറില്ല. ഗുരുവായൂർ നഗരസഭയുടെ 6, 7, 24, 25 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന് ഇരുഭാഗത്തും 100 കണക്കിന് വീടുകളുണ്ട്. 5 മാസം മുമ്പാണ് ഈ റോഡിൽ അവസാനമായി ക്വാറിപ്പൊടി നിരത്തിയത്. അന്നു മുതൽ പൊടി ശ്വസിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പൊടിശല്യം മൂലം വീടിനകത്ത് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ വാഹനം കഴുകിയിട്ടാൽ നിമിഷങ്ങൾക്കകം പൊടി വന്ന് നിറയും. വീടിനകത്തും പുറത്തും ഇതുതന്നെയാണ് അവസ്ഥ. വസ്ത്രങ്ങൾ അലക്കിയിടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പൊടി ശ്വസിച്ച് മേഖലയിലുള്ളവർ അസുഖബാധിതരായെന്നും നാട്ടുകാർ പറയുന്നു. പൊടിശല്യം സഹിക്കാനാകാതെ ഈ മേഖലയിലെ വീടുകളിലുള്ള പ്രായമായവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റീടെൻഡർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. റോഡ് ടാർ ചെയ്യാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് കഴിഞ്ഞ ജനുവരി 3 ലഭിച്ച മറുപടിയിൽ പറയുന്നത്. ഇതും ഫലവത്തായിട്ടില്ല. ഈ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ചോലൂർപടി മുതൽ ഏകദേശം ചുവനട വരെയുള്ള വീടുകളിൽ, റോഡ് സൈഡിലുള്ള വീടുകളിൽ ചെമ്മീൻ തന്നെ ഈ പൊടി റോഡുള്ള ശല്യം കൊണ്ടുള്ള ഒരു അസുഖമില്ലാത്ത ഒരാൾ പോലും എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഉണ്ടാവും ചുരുങ്ങിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് പുതിയ റോഡിന് 5 വർഷമായിട്ട് 6 മാസം കൂടുമ്പോൾ ഇരുമ്പ് റോഡ് കരിങ്കല്ല് അടിച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പൊടി ശല്യമാണ്. രണ്ടാളെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ ഫുള്ളായിട്ട് പൊടി കൊണ്ട് അടിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. ഇപ്പൊ നാട്ടൂർ ഇങ്ങനെ പറയല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് ഈ മനുഷ്യര് ഈ ഭക്ഷണത്തിന് പകരം ഈ പൊടി തിന്നണമെന്ന് അതിനൊരു പരിഹാരം കാണുക നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. റോഡ് വികസനം എല്ലാ മേഖലകളിലും തകൃതിയായി നടക്കുന്നതിനിടയിൽ തന്നെയാണ് ചൊവ്വല്ലൂർ പടി KBM ശിവക്ഷേത്രം റോഡ് പണി പൂർത്തിയാക്കാതെ ഇട്ടിരിക്കുന്നത്.
വർഷങ്ങൾ പിന്നിടുന്നതല്ലാതെ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കാറ്റുകാലമായതോടെ പൊടിപ്രശ്നവും ഇവിടെ രൂക്ഷമാണ്. ഇനിയും ഇത് തുടർന്നുകൂടാ. പരിഹാര നടപടികൾ വേഗമുണ്ടാകണം. വേലൂർ മണിമലക്കാവിൽ കുതിരവേലയിൽ നിരന്നത് ശില്പഭംഗിയിലും വർണ്ണ കാഴ്ചയിലും വേറിട്ട് നിൽക്കുന്ന തിരിക്കുതിരകൾ. ദേശത്തെ തച്ചന്മാരുടെയും പെരുവണ്ണന്മാരുടെയും കരവിരുതും തച്ചുശാസ്ത്രവും ഒത്തുചേർന്നപ്പോൾ കുതിരവേലയ്ക്കെത്തിയ ആയിരങ്ങൾക്ക് വിസ്മയമുണർത്തുന്ന തിരിക്കുതിരകൾ വർണ്ണക്കാഴ്ചയായി. പണ്ടുകാലത്ത് ദേശത്തെ കഴിവ് തെളിയിച്ച തച്ചന്മാരാണ് കുതിരവേലയിലെ കുതിരകൾക്ക് രൂപകൽപ്പന നടത്തിയത്. അതുകൊണ്ട് തന്നെ വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ ആശാരിമാരാണ് പ്രധാന പങ്ക് വഹിക്കുക. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിലാണ് 4 അടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റും ഗോപുരവും അലങ്കാരങ്ങളും തീർക്കുന്നത്. കിടക്കുന്ന രീതിയിൽ ആദ്യം ഘടിപ്പിക്കുന്ന കുതിരയെ എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള സംവിധാനവുമുണ്ട്. കുതിരക്കാലുകൾക്കും ചുറ്റുഗോപുരങ്ങൾക്കും ആഭരണയാടകൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത്. ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ്. കനം കുറഞ്ഞ മുളംതണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്കുള്ളിൽ പട്ടുചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുമണ്ണാന്മാരാണ്. വെങ്ങിലശ്ശേരി അമ്പലക്കുതിര, വേലൂർ ദേശക്കുതിര എന്നീ 2 തിരിക്കുതിരകളാണ് വേലയ്ക്കെത്തുന്നത്. തല മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന രീതിയിൽ തലയാട്ടുന്ന തിരിക്കുതിരകൾ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് മാത്രമാണ് കാണാനാവുക. രാജഭരണകാലത്താണ് മണിമലർക്കാവിലെ വേലൂർ, വെങ്ങിലശ്ശേരി എന്നീ ദേശങ്ങളിൽ തിരുക്കുതിരകളെ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുക്കുതിരകളുടെ ഗോപുരപ്പലകകളിൽ പാലാഴി മഥനവും അംഗത്തിന് പുറപ്പെടുന്ന പടയാളികളുടെ പ്രതിമകളും കൊത്തിവെച്ചിട്ടുണ്ട്. കുമിഴ്, കുങ്കുമം എന്നീ മരങ്ങളാണ് കൊത്തുപണിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാസങ്ങളോളം ഔഷധ കൂട്ടിയിട്ട എണ്ണത്തോണിയിൽ ഇട്ടുവെച്ചതിനു ശേഷമാണ് കൊത്തുപണികൾ നടത്തിയതെന്ന് പറയപ്പെടുന്നു. 30 അടിയിലധികം നീളമുള്ള തേക്കിന്റെ മരത്തിൽ കടഞ്ഞെടുത്ത തണ്ടുകളിൽ തേക്കിൻ പലകകൾ നിരത്തി ഉറപ്പിച്ച ശേഷം ഇതിനു മധ്യത്തിൽ സ്ഥാപിച്ച മരം കൊണ്ടുള്ള അച്ചുതണ്ടിലാണ് കുതിരയെ ഉറപ്പിക്കുന്നത്. പലകകളിൽ മരചക്രങ്ങൾ ഘടിപ്പിച്ച് കുതിരയെ ഉറപ്പിച്ച അച്ചുതണ്ടുമായി ബന്ധിപ്പിക്കുന്നു. അച്ചുതണ്ട് തിരിക്കുന്നതോടെ കുതിരയും തണ്ടുകളിൽ തിരിയാൻ തുടങ്ങും. കുതിരയ്ക്ക് മുമ്പിലുള്ള പാവകൾ എന്നറിയപ്പെടുന്ന പടയാളികളും ചെറുകുതിരയും കുതിരയ്ക്ക് അഴകാണ് സമ്മാനിക്കുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും അതേ രീതിയിൽ രൂപത്തിൽ മാറ്റമുണ്ടാകാതെ ഈ കുതിരകൾ ഇപ്പോഴും വേലയ്ക്കെത്തുന്നത് നിർമ്മാണത്തിലെ സവിശേഷത ഒന്നുകൊണ്ട് മാത്രമാണ്. ആയിരങ്ങളെ സാക്ഷിയാക്കി സമാപിച്ച പ്രസിദ്ധമായ കുതിരവേലയിൽ പങ്കെടുത്ത് ഉപചാരം ചൊല്ലി ദേശങ്ങളിലേക്ക് മടങ്ങുന്ന കുതിരകൾ ഇനിയും അടുത്ത വേലയ്ക്ക് കാവുകയറാമെന്ന ഉറപ്പു നൽകിയാണ് തട്ടകത്തിൽ നിന്ന് മടങ്ങിയത്. വരും തലമുറയ്ക്ക് ചരിത്രത്തിലേക്ക് നടന്നു കയറാനായി കാലം കാത്തുസൂക്ഷിക്കുന്ന ചിലതുണ്ട്. അവ അതേ തനിമയിൽ പരിപാലിച്ചു പോരുക ശ്രേഷ്ഠവുമാണ്. ചരിത്രത്താളുകളിൽ അത്രമേൽ തെളിമയോടെ നിലനിൽക്കുന്ന ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോരുന്ന ക്ഷേത്രങ്ങൾ പാരമ്പര്യ തനിമയുടെ വേരറ്റുപോകാത്ത നൈർമല്യ കാഴ്ചകൾ തന്നെയാണ്. അടുത്തതായി ദാരുണമായ വാർത്തയാണ് ആഴ്ചവട്ടത്തിൽ. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരിയെ കുത്തി പരിക്കേൽപ്പിച്ച മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു. വിവരമറിഞ്ഞ ഇവരുടെ പിതാവ് മനോവിഷമത്താൽ ഹൃദയാഘാതം മൂലം മരിച്ചു. പെരുമ്പിലാവ് തിപ്പിലിശ്ശേരി കോടതിപ്പടിയിലാണ് സംഭവം. പോകാം നേർക്കാഴ്ചയിലേക്ക്. തിപ്പിലിശ്ശേരി കോടതിപ്പടി സ്വദേശി മടപ്പാട്ടുപറമ്പിൽ വീട്ടിൽ 52 വയസ്സുള്ള കുഞ്ഞുമോനാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ചത്. കുഞ്ഞുമോന്റെ മരണവിവരമറിഞ്ഞാണ് അസുഖബാധിതനായിരുന്ന പിതാവ് 85 വയസ്സുള്ള അബൂബക്കർ മരിച്ചത്. കുഞ്ഞുമോനും സഹോദരി ഹസീനയും തമ്മിൽ സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായിരുന്നു. ഹസീനയോടൊപ്പം താമസിക്കുന്ന അസുഖബാധിതനായ പിതാവ് അബൂബക്കറിനെ കാണാൻ വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിക്ക് കുഞ്ഞുമോൻ എത്തിയപ്പോഴായിരുന്നു തർക്കം. തർക്കത്തിനിടെ കുഞ്ഞുമോൻ കത്തിയെടുത്ത് ഹസീനയെ കുത്തുകയായിരുന്നെന്ന് പറയുന്നു. ചെവിക്ക് പുറകിൽ പരിക്കേറ്റ ഹസീനയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടി. ഹസീനയെ കുത്തിയ ശേഷം തറവാട് വീടിന് പുറകുവശത്തുള്ള മരത്തിൽ കയറി മനോവിഷമത്താൽ കുഞ്ഞുമോൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ പോളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അബൂബക്കറിന്റെയും കുഞ്ഞുമോന്റെയും സംസ്കാരം തിപ്പിലിശ്ശേരി പള്ളിക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഐഷയാണ് അബൂബക്കറിന്റെ ഭാര്യ. മരക്കാർ നൌഷാദ്, ഹസീന, ബഷീർ ഫാത്തിമ, ആസിയ, മൈമുന എന്നിവർ മക്കളാണ്. സെറീനയാണ് കുഞ്ഞുമോന്റെ ഭാര്യ. ഹന, ഹസ്ന, എമിൻ എന്നിവർ മക്കളാണ്. ആകെ കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്ന സ്ഥിതിയായിരുന്നു തിപ്പിലിശ്ശേരി കുടുംബത്തിന്റേത്. സ്വത്ത് തർക്കം, അതിനെ തുടർന്ന് രോഗാവസ്ഥയിലുള്ള പിതാവിനെ കാണുവാൻ അനുവദിക്കാതിരിക്കുക, തുടർന്ന് വഴക്ക്, സംഘട്ടനം, വീടിന് സമീപത്ത് തന്നെ തൂങ്ങി മരണം, ആ വിവരമറിഞ്ഞ് പിതാവ് ചങ്കുപൊട്ടി മരിക്കുക, കരൾ അലിയിപ്പിക്കുന്നത് തന്നെയാണ് ഈ വാർത്ത. ആവർത്തിക്കരുത് ഇത്തരം സംഭവങ്ങൾ. അല്പം വിട്ടുവീഴ്ചയും ആത്മാർത്ഥ സ്നേഹവും ഉണ്ടെങ്കിൽ ഈ ലോകം സ്നേഹത്തിന്റെ പൂങ്കാവനമാകുമെന്ന കവിവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക്. പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായ തട്ടിന്മേൽ കളി അഥവാ ഐവർ കളി പരിചയപ്പെടുത്തി നൽകി കോട്ടപ്പടി ഗംഗാധരനും സംഘവും.
വടക്കിക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രാങ്കണത്തിൽ നിർമ്മിച്ച തട്ടിന്മേൽക്കളി മണ്ഡപത്തിൽ ഉറച്ച ചുവടുവെപ്പോടെ കൂടി നടത്തിയത്. ഭാരതയുദ്ധത്തിൽ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിനും കൃഷ്ണഭഗവാൻ പഞ്ചപാണ്ഡവരോട് നിർദ്ദേശിച്ച ആചാരമാണ് അയവർക്കളി അഥവാ തട്ടിന്മേൽ കളി. വേലയ്ക്കും ഉത്സവത്തിനു മാത്രമാണ് അയവർക്കളി എന്ന പേരിൽ അറിയപ്പെടുന്ന തട്ടിന്മേൽ കളി ആചാരമായി നടത്താറുള്ളത്. കാവുകളിൽ അതാത് ദേശത്തെ വിശ്വകർമ്മജരെ ഇതിനുള്ള അവകാശിയായി അവരോധിച്ചിരുന്നു. തട്ടിന്മേൽ കളിക്കുന്നതുകൊണ്ടാണ് ഇതിന് തട്ടിന്മേൽ കളി എന്നു പേര് വന്നത്. കുംഭഭരണി ആഘോഷത്തോടനുബന്ധിച്ച് ദേവീപ്രീതിക്ക് വേണ്ടി അരങ്ങേറുന്നതിനാൽ അയവർക്കളി എന്ന പേരിലും അറിയപ്പെടുന്നു. 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ അമ്പലനടയിലെ പ്രത്യേകം നിർമ്മിച്ച ഐവർത്തട്ടിലോ പ്രത്യേക സ്ഥലത്തോ ആണ് കളി നടത്തുക. ഭരണി ഗുരുതി കഴിഞ്ഞാൽ നടയടയ്ക്കും മുൻപേ ശ്രീകോവിലെ വിളക്കിൽ നിന്ന് ഒരു തിരി കത്തിച്ചെടുത്ത് ഐവർത്തറയിലെ ദേവീസങ്കല്പമായി വിളക്ക് കൊളുത്തും. ഈ ദീപത്തിന് ചുറ്റുമാണ് വിശ്വകർമ്മജർ ശ്രുതിഗീതങ്ങൾ പാടി നൃത്തം ചവിട്ടുന്നത്. കളി കഴിയുന്നതുവരെ ദീപം അണയാതെ സൂക്ഷിക്കണം. കുളിച്ചും കുറിയിട്ടും വെള്ളവസ്ത്രം തച്ചുടുത്തും രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ കഥാസന്ദർഭങ്ങളാണ് ചൊല്ലിക്കളിക്കാറുള്ളത്. ആശാൻ പാട്ട് ചൊല്ലിക്കൊടുക്കുകയും കളിക്കാർ ഏറ്റുചൊല്ലുകയും അതിനൊത്ത് ചുവട് വെച്ച് കളിക്കുകയും ചെയ്യും. പാട്ടിനും ചുവടിനും ഇടയിൽ താളമിടാൻ ഇലത്താളമോ പൊന്തിയോ ആണ് ഉപയോഗിക്കുന്നത്. 37 വർഷമായി വിവിധ ക്ഷേത്രങ്ങളിൽ ഐവർക്കളിയും കോൽക്കളിയും ഗംഗാധരൻ കോട്ടപ്പടി നടത്തിവരാറുണ്ട്. എന്നാൽ ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ വർഷം മുതൽ കളികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിലും തന്റെ ശിഷ്യന്മാരുടെ സബരിക്ക് പിന്തുണ നൽകാൻ അദ്ദേഹവും എത്താറുണ്ട്. ചെമ്പാലക്കുളം ക്ഷേത്രത്തിനു വേണ്ടിയാണ് നാരായണൻ കുളങ്ങരയുടെ നേതൃത്വത്തിൽ ഗംഗാധരൻ കളികൾ അഭ്യസിച്ചു തുടങ്ങിയത്. ആശാൻ മരണമടഞ്ഞതിനു ശേഷം ഗംഗാധരൻ കളി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. കപ്ലിയങ്ങാട് ക്ഷേത്രത്തിൽ വടക്കേക്കാട് സമുദായത്തിന്റെ നേതൃത്വത്തിലാണ് പ്രാചീന കലാരൂപം തട്ടിലെത്തിയത്. ഗംഗാധരൻ ആശാന്റെ കീഴിൽ നിരവധി പേരാണ് അനുഷ്ഠാന കലാരൂപം അവതരിപ്പിക്കുവാൻ പരിശീലനം നടത്തുന്നത്. ഒരുപാട് ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ നിലവിലില്ല. അതൊന്നും നടത്താൻ സാധ്യമല്ല. അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തു അങ്ങനെ ഒരു കുണ്ടി കാട്ടി അവിടുന്ന് കളി തുടങ്ങിയിട്ട് 3 ദിവസം അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിച്ച് പോയി കുടിയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് പിന്നെയും വന്നിട്ട്. ഗംഗാധരന്റെ ശിഷ്യനായ നകുലന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജില്ലയ്ക്കകത്തും പുറത്തും തട്ടിന്മേൽ കളി നടക്കുന്നത്. കാളിഭക്തനായ കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ് രൗദ്രവേഷം പൂണ്ട് പാണ്ഡവരെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ അനുഷ്ഠാനം എന്നാണ് ഐതിഹ്യം. ചമ്പുഗദ്യം പോലെ നീട്ടിച്ചൊല്ലുന്ന പാട്ടും അതിനനുസരിച്ച ചുവടും കോട്ടപ്പടി ഗംഗാധരനും സംഘവും തെല്ലും മാറ്റുപോവാതെ ഇന്നിന് ലഭ്യമാക്കുന്നു എന്നത് തന്നെയാണ് ശ്രേഷ്ഠം. വടക്കിക്കാട് കല്ലൂരിൽ ടർഫിൽ നിന്ന് ജനറേറ്റർ മോഷ്ടിച്ച സംഭവത്തിൽ അയൽ സംസ്ഥാനക്കാരായ 4 പേർ പിടിയിലായി. ഇവരിൽ നിന്ന് മോഷണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും കണ്ടെടുത്തു. കൊൽക്കത്ത മുർഷിദാബാദ് സ്വദേശി മുഹമ്മദ് ഷുക്കൂർ അലി, ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശി സൂരജ് സൈനി, കൊൽക്കത്ത ഹസ്നാബാദ് സ്വദേശി മഹിദുൽ ഖാൻ, ഡൽഹി നിസാമുദ്ദീൻ സ്വദേശി ഫാറൂഖ് എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാത്രി കല്ലൂർ ചാത്തോത്തയിൽ റീജൻസിക്ക് സമീപം പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പ്രതികൾ പോലീസ് വലയിലായത്. കഴിഞ്ഞ 6-ന് പുലർച്ചെയാണ് കല്ലൂർ ടാക്കിൽ ടർഫ് കോർട്ടിലെ ജനറേറ്റർ പ്രതികൾ മോഷ്ടിച്ചത്. പെട്ടി ഓട്ടോറിക്ഷയിലെത്തിയ 3 പേർ ജനറേറ്റർ എടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ രാത്രി പട്രോളിംഗിനിടയിലാണ് CCTV ദൃശ്യത്തിൽ കണ്ട പെട്ടിയോട്ടോ അഞ്ഞൂരിൽ വെച്ച് പോലീസുകാരനായ മിഥുൻ ആചാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ SHO R ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ പരമ്പരകളുടെ ചുരുളഴിഞ്ഞത്. രാത്രിയിൽ പെട്ടിയോട്ടോയിൽ കറങ്ങി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. ഇവരുടെ വാഹനത്തിൽ നിന്ന് മോഷണത്തിനായി ഉപയോഗിക്കുന്ന വിവിധ കട്ടിംഗ് ഉപകരണങ്ങളും കുത്തുളി, ഹാക്സോ ബ്ലേഡ്, ബാറ്ററികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുന്നംകുളം പുതുശ്ശേരിയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് 4 ബാറ്ററികൾ ഇവർ മോഷ്ടിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. കടപ്പുറം പഞ്ചായത്ത് മേഖലയിലാണ് താമസിക്കുന്നത്. മോഷണം പോയ ജനറേറ്റർ വിൽപ്പന നടത്തിയതായാണ് സൂചന. മോഷണം മുതൽ സ്ഥിരമായി വാങ്ങുന്ന ആളെയും അവ മൊത്തവിൽപ്പനയ്ക്കായി പട്ടാമ്പിയിലേക്ക് കൊണ്ടുപോകുന്ന ആളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. SIമാരായ KA യൂസഫ്, സാബു, ഗോപിനാഥൻ, സുധീർ, പോലീസുകാരായ രതീഷ് കുമാർ, നിബു നെപ്പോളിയൻ, രതീഷ്, അരുൺ, ബിനീഷ് എന്നിവരും
പ്രതികളെ പിടിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഇടതടവില്ലാതെ നടക്കുന്നിടങ്ങളിൽ അത് ഗുണകരമാകുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. മോഷണങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പോലീസ് സേന ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാർത്ത ആഴ്ചവട്ടം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.